അങ്ങനെ രാത്രി നമ്മൾ സൊമാറ്റോത്തെ ബ്രോസ്റ്റൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ കുഞ്ഞാക്കാക്ക് ഒരു ഫോൺ കോൾ വന്നത്. ഫ്രണ്ട് തന്നെയായിരുന്നു കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ലാൻസർ വണ്ടി ഓടിക്കണമെങ്കിൽ വന്നോ എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ ചാടി എണീറ്റ് സച്ചും ഫാദിയും കുഞ്ഞാക്കും കൂടെ പോയിട്ടുണ്ടായിരുന്നു. സച്ചുനും ഫാദിക്കും കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ ഈ ഒരു കാറിൽ കയറണം എന്നുള്ളത്. അപ്പം അതിനാണ് കുഞ്ഞാക്ക പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ പോയി കൊടുന്ന് അവരെ കയറ്റിയത് കേട്ടോ. അതിന് പിന്നാലെ അതാ നമ്മുടെ എല്ലാള് വീരം കുഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് 2 കൊറിയർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ അവന്. ഇവൻ ഇങ്ങനെ നിന്ന് ചൂടാകുന്നത് കണ്ടാൽ വണ്ടി എവിടെയെങ്കിലും തട്ട് ഒരു ഇതൊക്കെ കണ്ടിട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും അല്ല കേട്ടോ സംഗതി. കുഞ്ഞുവിന് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇതുപോലത്തെ ഒരു ലാൻസർ എടുക്കണം എന്നുള്ളത് കേട്ടോ. പക്ഷെ അത് കുഞ്ഞാക്കാണെങ്കിലും വലിയാക്കാണെങ്കിലും ആരായാലും സമ്മതിക്കണില്ല. കുറേ അതിന് വേണ്ടിയിട്ട് വാശി പിടിച്ചിട്ടും തെറ്റിയിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവർ ഈ ഒരു വണ്ടി വാങ്ങാൻ ഇവനെ സമ്മതിക്കൂല കേട്ടോ. എന്നാലാണെങ്കിലോ കുഞ്ഞാക്ക ആ വണ്ടിയിലിരുന്ന് ഊട്ടി പോകുന്നത് കണ്ടപ്പോൾ അവനക്ക് ഭയങ്കര ദേഷ്യം വന്നു. അതിനുള്ളൊരു ചൂടാവലാണ് കേട്ടോ ഇത്. ഇപ്പൊ പിന്നെ ഏറെക്കുറെ ലാൻസർ ഭ്രാന്ത് മാറിയിട്ട് ഒരു ജീപ്പിന്റെ ഭ്രാന്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ജീപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷെ എന്നാലും എന്താണെന്നറിയില്ല, ഈ ഒരു ലാൻസർ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഒരു പരിസരത്ത് അവനുണ്ടാവും കേട്ടോ. അതിനെക്കുറിച്ചിട്ട് നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അതൊക്കെ അവനക്ക് അറിയുകയും ചെയ്യും. അങ്ങനെ അവനും അവൻ്റെ ഫ്രണ്ട്സും കൂടെ എനിക്ക് ഈ ഒരു കൊറിയറും തന്നിട്ട് അവരും പോയി കുഞ്ഞാക്കിയും സച്ചും ഫാദിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് അൺബോക്സിംഗ് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ കീറി പൊട്ടിച്ചിട്ടാണ് കയ്യിലെത്തിയിട്ടുണ്ടായിരുന്നത്. സംഭവം ഇതൊരു ടീഷർട്ട് ആയിരുന്നു കേട്ടോ. നമുക്ക് ജിമ്മിൽ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. ചെറിയൊരു റേറ്റിൽ നമുക്ക് നല്ലൊരു ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ടീഷർട്ട്. അപ്പോൾ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന്റെ ക്ലോത്ത് ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ആയിട്ട് 2 സാധനങ്ങൾ കൊറിയർ ആയിട്ട് വന്നാൽ ഫസ്റ്റത്തെ സംഭവം പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇങ്ങനെ പൊട്ടിക്കാൻ ഭയങ്കര ത്വരയായിരിക്കൂലേ. അപ്പം പിന്നെ ടീഷർട്ടൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുത്തത് ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതും എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. കാരണം കുഞ്ഞാക്കാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഫുഡിന്റെ എന്തോ സംഭവമാണെന്ന് എനിക്ക് ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ അതാ നമ്മുടെ വാൾനട്ടാണ്. നമ്മുടെ കാലിഫോർണിയൻ വാൾനട്ടാണ് കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാവുമെന്ന്. പക്ഷെ നമ്മൾ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ച് ചെറിയൊരു ചവർപ്പ് കൂടുതലുണ്ട് എന്നുള്ളതാണ് കേട്ടോ. കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ അതൊക്കെ ഒരു സ്ഥലത്ത് സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ ഒരു കൊറിയറും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ ഓർഡർ ചെയ്തത് എന്നോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വന്നപ്പോൾ നമുക്കറിയില്ലല്ലോ അത് എന്താണെന്നുള്ളത്. അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതും അറിയില്ല. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ലാക്മിയുടെ സൺ എക്സ്പേർട്ട് ആയിട്ടുള്ള ഈ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും, വേണമെങ്കിൽ മേടിക്കാം. അങ്ങനെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാനിത് കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പപ്പടം, പയറുപ്പേരി, നല്ല കൊണ്ടാട്ടമുളകും അതുപോലെ തന്നെ നല്ല അടിപൊളി കുമ്പളങ്ങ കറിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ കുറച്ച് ചോറും കൂടെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.